ഹലോ, നമുക്കിന്നൊരു നെയ്വള്ളി കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നെയ്വള്ളിയുടെ ഇലയും തണ്ടും ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ നീരെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടുന്നത്. പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ അരിപ്പൊടി ചേർക്കുന്നത്. മധുരത്തിന് വേണ്ടി നമ്മൾ കരിപ്പോട്ടിയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ പാൽ പിഴിഞ്ഞ് നമ്മൾ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചുക്കാണ് വേണ്ടുന്നത്. ചുക്ക് പൊടിച്ചിട്ടാണ് നമ്മളിതിനകത്ത് ചേർക്കേണ്ടത്. ഇത് ഞാൻ ചുക്ക് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ശേഷം നമുക്ക് നെയ്യ് വേണം. ഞാൻ മിൽമയുടെ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിനകത്ത് നമ്മൾ ആദ്യം 3-ാം പാലാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ കരിപ്പോട്ടിയാണ് ആഡ് ചെയ്യേണ്ടത്. കരിപ്പോട്ടി ഉരുക്കി ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 2-ാം പാലാണ് ആദ്യം ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ടും കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളത്തിൽ അരിപ്പൊടി കുറുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് പൊടിച്ച ചുക്ക് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്ത് ഇനി നെയ്യ് നമ്മൾ അരഭാഗത്തോളം നെയ്യിനകത്ത് ചേർക്കുന്നുണ്ട്. നെയ്യ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ വിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നല്ല രീതിയിൽ കുറുകി വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രസവം കഴിഞ്ഞവർക്കും തീരെ ശരീരമില്ലാത്തവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ. ഇനി അടുത്ത ഏത് കുറുക്കാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മളത് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്